कञ्चदलाय दाक्षि कामाक्षि कञ्चदलाय दाक्षि कामाक्षि कमला मनोहरि त्रिपुरसुन्दरी कञ्चदलाय दाक्षि कामाक्षि कमला मनोहरि त्रिपुरसुन्दरी कञ्चदलाय दाक्षि कामाक्षि कमला मनोहरि त्रिपुरसुन्दरी कञ्चदलाय दाक्षि कुञ्जरगमने मणिमण्डित मञ्जुलचरणे कुञ्जरगमने मणिमण्डित मञ्जुलचरणे मामव शिव पञ्जगशुगि पङ्कजमुखि गुरुगुगरञ्जनि दुरिर्भञ्जनि निरञ्जनि कुञ्जरगमने मणिमञ्जित मञ्जुलचरणे मामव शिव पङ्कजशुगि पङ्कजमुखि गुरुगरञ्जनि दुरितभञ्जनि निरञ्जनी कञ्चदलाय दाक्षि कामाक्षि कमला मनोहरि त्रिपुरसुन्दरी कञ्चदलाय दाक्षि रागशशिवदने सुरदने रागशशिवदने सुरदने रागशशिवदने सुरदने रक्षितमदने रत्नसदने रागशशिवदने सुरदने रक्षितमदने रत्नसदने श्रीकाञ्चिनीवसने श्रीकाञ्चिनीवसने सुरसने श्रीकाञ्चिनीवसने सुरसने शृङ्गाराश्रयमर्तकसने श्रीकाञ्चिनीवसने सुरसने शृङ्गाराश्रयमर्तकसने एकानेकाक्षरि भुवनेश्वरि एकानन्द ऋतुचरि भास्करि एकानेकाक्षरि भुवनेश्वरि एकानेका ऋतुचरि भास्करि एकाग्रमनोलयकरि श्रीकरि एकाम्बेश महेश्वरि शङ्करि एकाग्रमनोलयकरि श्रीकरि एकाम्बेश तुल्येश्वरि शङ्करि कञ्चदलाय दाक्षि कामाक्षि कमला मनोहरि त्रिपुरसुन्दरी कञ्चदलाय दाक्षि ശൂലാഗ്രം കൊണ്ടു ഭിത്വാ രിപുകുലമഖിലം രംഹസാ സംഹരിപ്പ കാലപ്രധ്വംസി ബാലാന്തര നയനപുടേ സംഭവിച്ചോരു മൂർത്തേ കോലക്ഷ്മാപാല വംശത്തിനു മകുടലസൽ ദീപമാം ലോകമാന്യേ പാലിക്കേണം സദാമാം പെരിയ തിരുവർഗാടമ്പുമൻ തമ്പുരാട്ടി.
നമ്മുടെ പരദേവതയുടെ ധ്യാന ശ്ലോകമാണിത്. നമുക്കെല്ലാം അറിയാം, മാടായിക്കാവിലമ്മ കോലത്തിരി രാജവംശത്തിൻ്റെ എന്ന് മാത്രമല്ല കോലത്തു നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും ആരാധനാമൂർത്തിയായിരുന്നു. ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെറുതായി ഒന്ന് പറയാൻ നോക്കാം. ശൂലാഗ്രം കൊണ്ടു ഭിത്വ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇത് സാക്ഷാൽ ഭദ്രകാളിയുടെ ഏറ്റവും മൂർത്തിയായുള്ള ആ മൂർത്തിയുടെ തന്നെ ഏറ്റവും രൗദ്രഭാവത്തിലുള്ള ഒരവസ്ഥയാണ് ആ പ്രതിഷ്ഠയിൽ, ആ ധ്യാനത്തിലുള്ളത്. അപ്പോൾ ശൂലം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭദ്രകാളി, ശൂലാഗ്രം കൊണ്ട് ശത്രുക്കളെ പിളർന്ന ഭദ്രകാളി, രിപുകുലം അഖിലം എല്ലാ ശത്രുക്കളെയും ശൂലാഗ്രം കൊണ്ടു ഭിത്വ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം. കാലപ്രധ്വംസി ഫാലാന്തര നയനപുടേ സംഭവിച്ച ഒരു മൂർത്തി എന്നാണ് പറയുന്നത്. കാലപ്രധ്വംസി ആരാണ്? കാലനെ നശിപ്പിച്ച വ്യക്തി. അത് വ്യക്തിയല്ല, ഈശ്വരൻ മാത്രമേ സാധിക്കൂ. ആ സർവേശ്വരനായ ശിവൻ, ആ ശിവൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് വന്ന മൂർത്തിയാണ്. അതിന് സംഭവിച്ചു പോയി. ശിവൻ്റെ ആ രോഷം, അന്യായത്തിനും അപമാനത്തിനും എതിരായിട്ടുള്ള, അഹങ്കാരത്തിന് എതിരായിട്ടുള്ള ആ രോഷം. ദക്ഷൻ്റെ കഥ നമുക്കറിയാം. ദക്ഷയാഗ സമയത്ത് ശിവൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ടതാണ് സാക്ഷാൽ ഭദ്രകാളി. അതാണിവിടെ കാലപ്രധ്വംസി ഫാലാന്തര നയനപുടേ സംഭവിച്ച ഒരു മൂർത്തി എന്ന് പറയുന്നത്. പിന്നെ കോലക്ഷ്മാപാല വംശത്തിന്, അതെന്ന് വെച്ചാൽ കോലക്ഷ്മ എന്ന് പറഞ്ഞാൽ കോലത്ത് നാട്, കോല രാജാക്കന്മാർ ഭരിച്ചിരിക്കുന്ന സ്ഥലം. ആ കോലത്ത് നാടിൻ്റെ കോലത്ത് നാട് ഭരിച്ചിരുന്ന വംശം, അതാണ് നമ്മൾ കോലക്ഷ്മാപാല വംശത്തിനു മകുടലസൽ, അതായത് ഒരു കിരീടം എന്ന പോലെ ആ കുടുംബത്തിൻ്റെ തന്നെ കിരീടം, രാജാവിൻ്റെ കിരീടം എന്നല്ല, രാജകുടുംബത്തിന് തന്നെ കിരീടമായി തീരുന്ന ആ മകുടലസൽ ദീപവുമാണ്. അതൊരു കിരീടം മാത്രമല്ല, ഒരു ദീപം കൂടിയാണ്. അങ്ങനെ തിളങ്ങുന്ന ആ ദീപം കോലക്ഷ്മാപാല വംശത്തിനു മകുടലസൽ ദീപമാം ലോകമാന്യേ. അത് നമ്മുടെ കുടുംബം എന്നല്ല, കോലത്തുനാട്ടിലെ സകല മനുഷ്യരും, വടക്കേ മലബാറിലെ സകല മനുഷ്യരും ഒരു കാലത്ത്, ഇപ്പോൾ പോലും വലിയ ശതമാനം മനുഷ്യരും ആരാധിക്കുന്ന ഒരു ചൈതന്യമാണ് നമ്മുടെ പരദേവത. കോലക്ഷ്മാപാല വംശത്തിനും മകുടലസൽ ദീപമാം ലോകമാന്യേ പാലിക്കണം സദാമാം, എന്നെ എപ്പോഴും പാലിക്കണം. എന്നിട്ട് അമ്മയുടെ വേറൊരു പേര് കൂടെ പറയാണ്, തിരുവർകാട്ട് കാവ് എന്നാണ് മാടായിക്കാവിന് മറ്റൊരു പേര്. അപ്പോൾ വലിയ അതായിട്ടുള്ള ആ മഹത്തായ തിരുവർകാട്ട് കാവിലെ അമ്മേ, തമ്പുരാട്ടി, നമ്മുടെ എല്ലാം അമ്മ മാത്രമല്ല നമ്മുടെ രാജ്ഞിയുമായ, മനസ്സിലെ രാജ്ഞി കൂടിയായ അവിടുത്തെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ശ്ലോകം ഒന്നുകൂടി ഞാൻ ചൊല്ലാം. ശൂലാഗ്രം കൊണ്ടു ഭിത്വാരിപൂലമഖിലം രംഭസാ സംഹരിപ്പാൻ കാലപ്രധ്വംസി ഫാലാന്തര നയനപുടേ സംഭവിച്ചോരു മൂർത്തേ കോലക്ഷ്മാപാല വംശത്തിനു മകുടലസൽ ദീപമാം ലോകമാന്യേ പാലിക്കേണം സദാമാം പെരിയ തിരുവർകാട് അമ്പുമൻ തമ്പുരാട്ടി, എന്നെ എപ്പോഴും കാക്കണേ, നമ്മളെല്ലാവരെയും കാക്കണേ എന്നാണ് ഇതിൻ്റെ അവസാനം പറയുന്നത്. ഇവിടെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം കൂടി ചുരുക്കത്തിൽ ഞാൻ പറയാം. എനിക്ക് 2009 ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പോലീസ് മെഡൽ പേര് എൻ്റെ ഡൽഹിയിലെ കേന്ദ്ര ഓഫീസിൽ നിന്ന് പോയപ്പോൾ എനിക്ക് ഒരു തടസ്സമുണ്ടായിരുന്നു. അത് കുറച്ച് ചില കാര്യങ്ങൾ ബംഗാളിൽ നിന്ന്, ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് അവിടുന്ന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല.
ഇത് ഈ അവാർഡിൻ്റെ പേരുകൾ പോകാനുള്ള സമയമെല്ലാം അതിക്രമിച്ചു. പേര് ഡിക്ലെയർ ചെയ്യാനുള്ള 2 ദിവസമേ 3 ദിവസമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ശനിയും ഒരു ഞായറും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനവും ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മുകളിൽ നിന്ന് എൻ്റെ ബോസിൻ്റെ ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കുന്ന എൻ്റെ സുഹൃത്തായ ഒരു ജോയിൻറ്റ് ഡയറക്ടർ എന്നെ വീണ്ടും അറിയിച്ചു. അത് പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ബംഗാളിൽ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ ഇത്രയും ചുരുങ്ങിയ സമയത്തിൽ അതെല്ലാം അവിടുന്ന് തയ്യാറാക്കി ഡൽഹിയിൽ അയച്ച്, ഡൽഹിയിൽ നിന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് പോയി അവിടുന്ന് ഇത് വരാൻ 23-ാം തീയതിക്കുള്ളിൽ എത്തണം, 24-ാം തീയതിക്കുള്ളിൽ എത്തണം. പക്ഷേ ഞാൻ അന്ന് ഭഗവതിയെ ഒരുപാട് പ്രാർത്ഥിച്ചു. ഭഗവതിയുടെ തിടമ്പ് അവിടെ ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും വളരെ പ്രധാനമായിട്ട് ഞാൻ ആരാധിക്കുന്നു. ആ തിടമ്പിനെ വർണ്ണിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ കുറച്ച് വരികൾ വന്നു. അപ്പോൾ അത് ഞാൻ എഴുതി. അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, ശനിയാഴ്ചയും അവിടെ ബംഗാൾ കാര്യങ്ങൾ വളരെ പതുക്കെ നീങ്ങുള്ളൂ. അത് വേഗം നീങ്ങി. അതുപോലെ തന്നെ പിന്നെ നേതാജി സുഭാഷ് ചന്ദ്രൻ്റെ ജന്മദിനത്തിൽ പോലും അന്നത്തെ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറും സ്റ്റാഫും വന്ന് ഈ കാര്യം ചെയ്തു തന്നു. അത് അതിവേഗം ഡൽഹിയിലും അവിടുത്തെ ഓഫീസുകളെല്ലാം ക്ലിയർ ചെയ്ത് ചുരുക്കത്തിൽ എനിക്ക് അതേ അന്നത്തെ റിപ്പബ്ലിക് ഡേക്ക് മുമ്പായിട്ട് 2 ദിവസം മുമ്പ് ജനുവരി 24-ാം തീയതി തന്നെ എൻ്റെ പേര് പോവുകയും അംഗീകരിക്കപ്പെടുകയും ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു 25-ാം തീയതി. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ്, ഭഗവതിയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയ ഒരു കവിത, അത് കുറേ നീണ്ടതാണ്, ഞാനത് മുഴുവൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന 2-3 വരികൾ മാത്രം ഞാൻ ഒന്ന് പറയാം. അതിങ്ങനെയാണ്: മാടായി അമ്മയ്ക്ക് എന്നാണ് അതിൻ്റെ വരികൾ. അമ്മേ, ചെമ്പരത്തിപ്പട്ടു നീർത്തിയ തൽപ്പത്തിൽ, പൊന്നണി നീളൻ പടവാളിൻ തിളക്കത്തിൽ, രക്താഭ രത്ന ഖചിതം തലക്കെട്ടിൽ. ചെമ്പരത്തിപ്പട്ടു നീർത്തിയ തൽപ്പത്തിൽ, പൊന്നണി നീളൻ പടവാളിൻ തിളക്കത്തിൽ, രക്താഭ രത്ന ഖചിതം തലക്കെട്ടിൽ. നാഗങ്ങൾ പത്തി വിടർത്തി നമിക്കുന്ന, 4 ചുറ്റും സോമദേവൻ വണങ്ങുന്ന, സൂര്യോദയം പോൽ വിരിയും തിടമ്പതിൽ, കണ്ടു ഞാൻ അമ്പേ ഭവസാഗര തീരത്തിൽ. നാഗങ്ങൾ പത്തി വിടർത്തി നമിക്കുന്ന, 4 ചുറ്റും സോമദേവൻ വണങ്ങുന്ന, സൂര്യോദയം പോൽ വിരിയും തിടമ്പതിൽ, കണ്ടു ഞാൻ അമ്പേ ഭവസാഗര തീരത്തിൽ. ഇത് കുറച്ചുകൂടെ എനിക്ക് എഴുതാൻ സാധിച്ചു. പക്ഷേ വളരെ ചുരുക്കമായിട്ട് ആ തുടക്കം മാത്രം, ഹൃദയത്തിൽ നിന്ന് വന്ന ആ വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അമ്മയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. प्रणवालय पाहि परिपालय परमेशी, कमलालय श्रीदेवी कुरिपिंचवे करुणा.